ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ അറിവാണ് ശക്തി. ഫ്രാൻസിസ് ബേക്കണിൻ്റെ അനശ്വര സന്ദേശം. അറിവാണ് ശക്തി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞ ഈ വാക്കുകൾ ഇന്നും ലോകത്തെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വെറും 3 വാക്കുകൾ മാത്രമാണിത്. പക്ഷേ അതിനുള്ളിലെ സത്യം ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുന്ന ശക്തിയുള്ളതാണ്. എന്തുകൊണ്ടാണ് അറിവിനെ ശക്തി എന്ന് വിളിക്കുന്നത്? കാരണം അറിവ് മനുഷ്യനെ സ്വതന്ത്രനാക്കുന്നു. അറിവുള്ള ഒരാൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയും, അവസരങ്ങളെ കണ്ടെത്താൻ കഴിയും, പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയും, ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ ധൈര്യം നൽകുന്നതും അറിവാണ്. ചരിത്രം പരിശോധിച്ചാൽ മഹാന്മാരായ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തക്കാരും നേതാക്കളും ജനിച്ചത് സമ്പത്തിൽ നിന്നല്ല, അറിവിനോടുള്ള അവരുടെ ദാഹത്തിൽ നിന്നാണ്. അവർ നിരന്തരം പഠിച്ചു, ചോദ്യങ്ങൾ ചോദിച്ചു, പുതിയ കാര്യങ്ങൾ അന്വേഷിച്ചു. അതാണ് അവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കിയത്. അറിവ് പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല ലഭിക്കുന്നത്. ജീവിത അനുഭവങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും മറ്റുള്ളവരുമായി നടത്തുന്ന സംഭാഷണങ്ങളിൽ നിന്നും നമുക്ക് അറിവ് നേടാം. ഓരോ പരാജയവും ഒരു പാഠമാണ്. ഓരോ വെല്ലുവിളിയും ഒരു അധ്യാപകനാണ്. ഇന്നത്തെ ലോകത്ത് അറിവ് നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെയുണ്ട്. ഒരു മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ ലോകത്തിലെ മികച്ച സർവകലാശാലകളുടെയും ചിന്തകരുടെയും അറിവിലേക്ക് നമുക്ക് എത്തിച്ചേരാം. എന്നിട്ടും പലരും ഈ അവസരം പാഴാക്കുന്നു. സമയം ചെലവഴിക്കുന്നത് വിനോദത്തിനായി മാത്രമാണ്. എന്നാൽ പഠനത്തിനായി ചിലവഴിക്കുന്ന ഓരോ നിമിഷവും ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപമാണ്. പണം നഷ്ടപ്പെടാം, ജോലി നഷ്ടപ്പെടാം, സ്വത്ത് നഷ്ടപ്പെടാം. പക്ഷേ ഒരിക്കൽ നേടിയ അറിവ് ആരും നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയില്ല. അത് ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. എന്നാൽ അറിവ് മാത്രം മതിയാകില്ല, അതിനെ പ്രവൃത്തിയാക്കി മാറ്റണം. ആരോഗ്യത്തെക്കുറിച്ച് വായിക്കുന്നത് മാത്രം ആരോഗ്യമുള്ളവനാക്കില്ല. വിജയത്തെക്കുറിച്ച് പഠിക്കുന്നത് മാത്രം വിജയത്തിലേക്ക് എത്തിക്കില്ല. അറിവ് പ്രവൃത്തിയുമായി ചേരുമ്പോഴാണ് അത് യഥാർത്ഥ ശക്തിയാകുന്നത്. ഓരോ ദിവസവും നമ്മൾ ഒരു തീരുമാനമെടുക്കുന്നു. വളരണമോ അതേപടി നിൽക്കണമോ, പഠിക്കണമോ സമയം പാഴാക്കണമോ. ഈ ചെറിയ തീരുമാനങ്ങളാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്. അതിനാൽ ഒരിക്കലും പഠനം നിർത്തരുത്. പുതിയ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക. കാരണം അറിവിലേക്കുള്ള ഓരോ ചുവടും നിങ്ങളെ കൂടുതൽ ശക്തനും ആത്മവിശ്വാസമുള്ളവനുമാക്കി മാറ്റും. ഫ്രാൻസിസ് ബേക്കണിൻ്റെ സന്ദേശം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥ ശക്തി ബാഹ്യലോകത്തല്ല, നമ്മുടെ മനസ്സിലാണ്. ആ ശക്തിയുടെ ഉറവിടം അറിവാണ്. അതിനാൽ ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുക. ദിവസവും എന്തെങ്കിലും പുതിയത് പഠിക്കുക. കാരണം അറിവ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയും.
അതുകൊണ്ട് ഓർമ്മിക്കുക, അറിവാണ് ശക്തി. ആ ശക്തി സ്വന്തമാക്കാനുള്ള യാത്ര ഇന്ന് തന്നെ ആരംഭിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലി മെമ്പേഴ്സിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള ദിവസങ്ങളിലും തരത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനമുള്ള വീഡിയോകളുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ഇതുവരെ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേട്ട നിങ്ങൾക്കെല്ലാവർക്കും വൺസ് അഗൈൻ നന്ദി. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബായ്.